കാരണം ഹിപ്സ്റ്ററിനെ കണ്ട ആളുകൂടിയ ഷൂട്ട് നടക്കത്തില്ല. പടത്തിലുണ്ടോ കാണാനൊരു ഇൻട്രസ്റ്റ് ആണ്? ഉണ്ട്, പടത്തിലുണ്ട്. കുറച്ചുകൂടെ അദ്ദേഹം ഈ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പം അത്രയും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണല്ലോ. ഈ പടത്തിലേക്ക് ഇങ്ങനൊരു ക്യാരക്ടർ എന്താണെന്നൊരു എങ്ങനെയാണ് ഈ പടത്തിലേക്ക് പോകുന്നത്? പടത്തിലേക്ക് ജിത്തു ചേട്ടൻ വിളിക്കരുത്. ഫസ്റ്റ് പടമാണല്ലോ, ഫസ്റ്റ് പടം. അപ്പം ഇതേപോലൊരു ഭഗതിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു ആക്ടർ ഒരുപാട് പടങ്ങൾ ചെയ്ത് നമ്മുടെ മലയാളികളിൽ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രമുണ്ട്. ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോൾ എന്നാൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. ഇപ്പൊ എനിക്കായാലും റോഷനായാലും മിഥുന്റെയും ഫസ്റ്റ് പടമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ റൂമിലെല്ലാം അവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 month കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തത്. അപ്പോഴെല്ലാം എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുള്ളിയിലൂടെ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം. ശരിക്കും ഭഗതിക്ക് ഇങ്ങനത്തെ ഒരാളാണോ? കാരണം നോർമൽ നമ്മൾ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് വേറെ ലെവൽ. നമ്മുടെ ടീച്ചർ കണ്ടു കഴിഞ്ഞാൽ ഡാൻസിൽ ഇതൊക്കെ ആള് വേറെ ലെവൽ. അത് കണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു നോർമൽ ഒന്നിനും ഇല്ലാത്ത സൈലന്റ് ടൈപ്പ് അങ്ങനത്തെ ശരിക്കും അങ്ങനെ ആയിരുന്നു. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗയാണ് അത്. നമുക്ക് ഹിപ്സ്റ്റർ ഇപ്പം ഷൂട്ടിന് പോകുന്നതിന് മുന്നേ എന്തോ പഠിക്കാൻ പോവാണെന്ന് വീഡിയോ ചെയ്തിട്ടാണ് പോയെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സോ ഇപ്പം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിപ്സ്റ്റർ ലാസ്റ്റ് ഇട്ട വീഡിയോ 1 year ബാക്കാണ്. അപ്പോൾ അതിൽ കമൻ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മകനെ മടങ്ങി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പിന്നീട് ഒമേഗിൾ നോക്കിയില്ല, അല്ലെങ്കിൽ പകുതിക്കൊക്കെ വെച്ചിട്ട് ഒമേഗിൾ ഓക്കെ. അപ്പം ഇനി സിനിമകളായിരിക്കും കൂടുതൽ നോക്കുക, അല്ലെങ്കിൽ നേരത്തെ ഇതുപോലത്തെ വ്ളോഗ് പരിപാടി അങ്ങനെ ആയിരിക്കും? ഞാൻ മെയിൻലി ഇപ്പം എൻ്റെ വീഡിയോസ് ഞാൻ എൻ്റർടൈൻമെൻറ്റ് മാത്രം ഫോക്കസ് ചെയ്തത്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അത് മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ ഒരു വ്ളോഗിൽ നിന്ന് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഫിലിമിൽ ഇപ്പോൾ ജിത്തു വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെയ്തു. അപ്പം നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാലേ എനിക്കും ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ ഫ്ലോ അനുസരിച്ച് പോകാൻ ഇപ്പോൾ മൈൻഡിലും വലിയ പ്ലാനിങ് ഒന്നുമില്ല. ഇതിപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞിട്ട്, ഇവര് 3 പേരുമാണ് സിനിമയിലെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ 3 പേരെയും ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു. കാരണം ഹിപ്സ്റ്ററിനെ കണ്ട ആളുകൂടിയ ഷൂട്ട് നടക്കത്തില്ല. അപ്പം അത്രയും 1 million സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മൾ സെറ്റിലല്ലേ. അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ചും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട്, അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കുറേ നാളുകൾ 3-4 മാസം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഇതിപ്പോൾ രോമാഞ്ചം OTT റിലീസ്